സഫാൻ, അതിനോടൊപ്പം തന്നെ നമുക്ക് ചില ന്യൂസുകൾ കൂടി എത്തിയിട്ടുണ്ട്. അതിനെ കൂടി സംസാരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും PSU ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ചില അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള M നാഗരാജു കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കിലുള്ള ഗവൺമെന്റിന്റെ സ്റ്റേക്ക് കുറയ്ക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചിരിക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നിവയാണ്. ഈ 2025 തന്നെ സെബിയുടെ നിർദ്ദേശങ്ങളെ റെഗുലേറ്ററി ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ സ്റ്റേക്ക് ഈ ഒരു 4 ബാങ്കിങ് ഓഹരികളിൽ കുറയ്ക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 90% മുകളിൽ 90% മുകളിലാണ് ഈ ഓഹരികളിലെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഒരു നിക്ഷേപം എന്ന് പറയുന്നത്. അത് കുറച്ചുകൊണ്ടുവരുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 75% താഴേക്ക് ഈ ബാങ്കിങ് ഓഹരികളിലെ ഗവൺമെന്റ് പങ്കാളിത്തം കുറയ്ക്കുമെന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഈ ബാങ്കുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏകദേശം 1500 മുതൽ 2000 കോടി രൂപ വരെ QIP വഴി സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഗവൺമെന്റ് സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നത് 51% താഴേക്ക് PSU ബാങ്ക് ഓഹരികളിലെ പങ്കാളിത്തം കുറയ്ക്കുകയില്ല എന്നൊരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഏതായാലും PSU ബാങ്ക് ഓഹരികൾ കൃത്യമായിട്ടുള്ള ഓഹരികളുടെ ഡൈല്യൂഷൻ നടക്കുന്നു, സ്റ്റോക്ക് ഡൈല്യൂഷൻ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.